നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? നമുക്ക് എയിംസ് ഡൽഹിയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമ്മളുടെ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. അപ്പോൾ എല്ലാവരും മുഴുവൻ ഓപ്ഷനും കൊടുക്കണോ? വേണം, നിർബന്ധമില്ല. പോകാവുന്നത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ആന്ധ്രയും തെലുങ്കാനയും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. അറിയാതെ വേറൊരു കോളേജ് ആയിപ്പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സീറ്റ് പോവും, എന്നിട്ട് പുതിയതായിട്ട് കിട്ടി രണ്ടാമത്തെ സീറ്റ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ഓരോ റൗണ്ടിലും പുതിയതാണെന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ വർഷം അങ്ങനെ കേരളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് ഒരാളും ശ്രമിക്കരുത്. നമ്മുടെ ഇവിടെ റാങ്കിനുള്ള പ്രിഫറൻസെങ്കിലും നമ്മളത് പറഞ്ഞില്ല എൻട്രൻസ് കമ്മീഷനോട്. ഗവൺമെൻറ് MBBS സെൽഫ് ഫിനാൻസിങ് MBBS കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDS വേണമെങ്കിൽ പറയണമായിരുന്നു. അപ്പം അത് നമ്മൾ ഓപ്ഷനിൽ വെക്കാൻ മറക്കരുത്. ഇതാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയും കേരള അലോട്ട്മെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 97ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 3 വാരം പിന്നീട്. അതെ. നമ്മുടെ ഏതാണ്ട് OMR എല്ലാം തന്നെ സ്കാൻ ചെയ്ത് കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഒരു കുറച്ച് കറക്ഷൻസ്, കുറേയധികം OMRകൾ അവർക്ക് റോൾ നമ്പറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കറക്ഷൻസ് വരും. അതെല്ലാം ഒന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കറക്റ്റ് രീതിയിലാക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ എൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജൂൺ 14-ാം തീയതി നമ്മുടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട്. തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ ഈ OMRൻ്റെ അടുത്ത ആഴ്ചയും കൂടെ കഴിയുമ്പോഴേക്കും ഈ 23 ലക്ഷം കുട്ടികളുടെയും OMR സ്കാനിങ് പരിപൂർണമായിട്ട് തീരും. ഇപ്പം ആദ്യത്തെ സ്റ്റെപ്പ് തീർന്നു കഴിഞ്ഞു. അതിനകത്ത് കുറേയധികം കുട്ടികളുടെ കിട്ടാതെ വരും. അത് വീണ്ടും ഇത് എടുത്തിട്ട് മാനുവലായിട്ട് വീണ്ടും റീഡ് ചെയ്തിട്ട് ഏതാണ്ട് അടുത്ത ആഴ്ചയോടുകൂടി ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ OMR സ്റ്റുഡൻറ്റ് പോർട്ടൽ വരും. exams.nta.ac.in/neet നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ OMR ഷീറ്റ് കാണാനായിട്ട് സാധിക്കും. അതെല്ലാ കുട്ടികളും നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ 150 ആൻസർ നമ്മൾ മാർക്ക് ചെയ്തതിൽ ഏതെങ്കിലും റീഡ് ചെയ്യാത്തതോ അല്ലെങ്കിൽ റീഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന NTA ഒഫീഷ്യൽ ആൻസർ കീയും വരുന്ന ആഴ്ചയാണ് ഇനി വരുന്ന 4ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. സാർ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞത് പ്രിഫറൻസ് ഓർഡറുകൾ തയ്യാറാക്കുക. നമുക്ക് പല പല പ്ലാനുകളുണ്ട്. MBBSൻ്റെയും BDSും അഗ്രികൾച്ചറും വെറ്റിനറിയും അല്ലെങ്കിൽ പ്യുവർ ഡിഗ്രി കോഴ്സുകളും CUETയും അഗ്രികൾച്ചർ കോഴ്സുകളും എൻജിനീയറിംഗ് മേഖലയും ഫാർമസി മേഖലയും അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഇന്നൊരു കുട്ടിക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അയാളുടെ ആഗ്രഹത്തിനും പാഷനും എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാമെന്നൊക്കെ അനുസരിച്ച് വിവിധ മേഖലകൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത്. പല പല പ്ലാനുകൾ, അതിനനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കണമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇനി ഇത് വിവിധ വെബ്സൈറ്റുകളിൽ കൊടുക്കേണ്ട ജോലിയാണ് റാങ്ക് വന്നതിന് ശേഷമുള്ളത്. അതിനാണല്ലോ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് നിർവഹിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈൻ വഴി നടക്കും. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ഒരു ജോലി നമ്മളുടെ കൃത്യമായിട്ടുള്ള പ്രിഫറൻസ് ഓർഡർ അതാത് അതോറിറ്റികളെ അറിയിക്കുക എന്ന് പറയുന്നതാണ്. എന്താണ് നമുക്ക് പഠിക്കാൻ ആഗ്രഹം, ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹം, ഏത് കോളേജുകളിലാണ് പഠിക്കാൻ താല്പര്യം എന്നുള്ളത് വിവിധ വെബ്സൈറ്റുകൾ വഴി അറിയിക്കുക എന്നുള്ളതിനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സർ, അതുപോലെ ജൂൺ 14-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട രീതികളൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴൊക്കെ നമുക്ക് കുട്ടികൾ പറഞ്ഞ മാർക്കിൻ്റെ വെച്ചിട്ടും ആ എക്സാമിൻ്റെ ഒരു ഈസിനെസ് അനുസരിച്ചും മാർക്കിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ ഏതൊക്കെ കോളേജുകളായിരിക്കാം കിട്ടാമെന്നുള്ള ഒരു അസംഷൻ മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി നമുക്ക് ജൂൺ 14-ാം തീയതി ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിൽ MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ മറ്റുള്ള സാധ്യതകൾ, മറ്റുള്ള സംസ്ഥാനങ്ങളുടെ സാധ്യതകളൊക്കെ നമുക്ക് ജൂൺ 14-ാം തീയതി അറിയാൻ സാധിക്കും. അതിനുശേഷം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന പ്രക്രിയയാണ്. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻ്റർ ചെയ്ത് ജൂലൈ ആദ്യത്തെ ആഴ്ചയാകുമ്പോഴേക്കും, ജൂൺ അവസാനത്തെ ആഴ്ച നമ്മൾ എൻ്റർ ചെയ്യണം, ഓരോ സ്റ്റുഡൻസും എൻ്റർ ചെയ്യണം. ജൂലൈ ആദ്യത്തെ ആഴ്ച അങ്ങനെ കേരള മെഡിക്കൽ റാങ്കും വരും. ഈ 2 റാങ്കും വന്നതിന് ശേഷമാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പല രക്ഷിതാക്കളും അല്ലെ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല, റാങ്ക് അറിയില്ല, മാർക്ക് അറിയില്ല,
അപ്പം നമ്മൾ എങ്ങനെ ഓപ്ഷൻ കൊടുക്കും എന്നുള്ളത് തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളുടെ റാങ്ക് വന്നതിന് ശേഷമാണ് നാം മെഡിക്കൽ അനുബന്ധിച്ചുള്ള കോഴ്സുകൾക്ക്, മെഡിക്കലുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക്, MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി മേഖലയ്ക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മളുടെ സാധ്യതകൾ എന്താണെന്ന് അറിയാം. ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS കിട്ടുമോ, കേരളത്തിൽ MBBS കിട്ടുമോ, കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കിട്ടുമോ, NRI സീറ്റുകൾ കിട്ടുമോ, അഗ്രികൾച്ചറും വെറ്റിനറിയും കിട്ടുമോ, അപ്പോൾ കൃത്യമായ സാധ്യതകൾ അറിയാം. അപ്പം ഇപ്പോൾ ഉള്ള ആ ഒരു അനിശ്ചിതാവസ്ഥ, എന്താണ് കിട്ടുന്നത്, എന്തൊക്കെ ഓപ്ഷൻ വെക്കണം, ഏത് സൈറ്റുകൾ കൊടുക്കണം എന്നുള്ള ആ അനിശ്ചിതാവസ്ഥയ്ക്കൊക്കെ ഈ 14-ാം തീയതി ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോഴും ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോഴും അതോടെ വിരാമമാകും. ഇതിന് ശേഷം മാത്രമാണ്, ജൂലൈ 10-ന് ശേഷം മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കാം? നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS എന്നുള്ള സ്വപ്നം തന്നെയാണ്. ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇന്നും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും ഗവൺമെൻറ് മേഖലയിലുള്ള MBBSന് തന്നെയാണ്. അപ്പം അതിന് കൊടുക്കേണ്ടതാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇന്ത്യയിലുള്ള കേരളം ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ് MBBS സീറ്റുകൾക്ക് നാം ഓപ്ഷനുകൾ കൊടുക്കേണ്ടത്. ഒരു റാങ്കിനോ റിസർവേഷനോ അനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു സീറ്റ് തരുന്ന സംവിധാനമല്ല. പകരം നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരവരുടെ പ്രിഫറൻസ് ഓപ്ഷൻസ് സ്വീകരിക്കും. എന്തൊക്കെയാണ് ആഗ്രഹങ്ങളനുസരിച്ചുള്ള ഓപ്ഷൻസ് സ്വീകരിക്കും. അതിനുശേഷമാണ് നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോ സീറ്റ് അലോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ MBBSൻ്റെയും BDSൻ്റെയും പ്രിഫറൻസ് ഓർഡറാണ് ആദ്യം കൊടുക്കേണ്ടത്. ജൂലൈ 10 കൂടി ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻ്റാണ് ആദ്യം നടക്കുന്നത്. കേരളം ഉൾപ്പെടുന്ന കേരളത്തിലെ 12 ഗവൺമെൻറ് കോളേജിൽ അതിനകത്ത് വെക്കാം. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അതിനകത്തില്ല. MCCയുടെ സൈറ്റിനകത്ത് ആകെ ഉള്ളത് കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. പിന്നെ അമൃത ഡീംഡ് മെഡിക്കൽ കോളേജും അതിനകത്ത് വഴി തന്നെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ കേരളത്തിലെ 12, തമിഴ്നാട്ടിലെ 35, കർണാടകത്തിലെ 24, അങ്ങനെ മൊത്തത്തിലുള്ള ഇന്ത്യയിലെ 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ഓപ്ഷനുള്ള സൈറ്റ് mcc.nic.in. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? നമുക്ക് എയിംസ് ഡൽഹിയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമ്മളുടെ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. എയിംസ് ഡൽഹിയാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രിഫറൻസ്. അപ്പം ഈ 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ MBBSും 150ഓളം മെഡിക്കൽ കോളേജുകളുടെ BDS സീറ്റുകൾ, 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ MBBS, 40ഓളം ഡീംഡ് കോളേജുകളുടെ BDS, എയിംസിൻ്റെ 20 കോളേജുകൾ, ജിപ്മറിൻ്റെ 2 കോളേജുകൾ, ഇതെല്ലാം ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കോളേജുകളുടെ ഒരു ആൽഫബറ്റ് ക്രമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള MBBS മാത്രം, ഇന്ത്യയിലുള്ള ഗവൺമെൻറ് MBBS, എയിംസ്, ജിപ്മർ, ESI മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ ആഗ്രഹമുള്ളൂ. വലിയ ഫീസ് കൊടുത്തു പോകുന്ന ഡീംഡ് മെഡിക്കൽ കോളേജുകൾ നമുക്ക് ഓപ്ഷൻ കൊടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച ജനറൽ വിഭാഗവും 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച OBC, SC, ST വിഭാഗവും ആദ്യമേ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അപ്പോൾ 10,000 അടച്ചവർക്ക് അല്ലെ 5,000 അടച്ചവർക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ല, മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഡീംഡ് കോളേജുകളാണെങ്കിലും വേണം. അമൃതയിലോ മണിപ്പാലിലോ എനപ്പോയ, JSS, SRM പോലെയുള്ള 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ MBBSോ BDSോ വേണമെങ്കിൽ ജൂലൈ ആദ്യത്തെ ആഴ്ച MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡീംഡ് എന്നും കൂടെ സെലക്ട് ചെയ്ത് ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രോസസ്, നമുക്ക് രജിസ്ട്രേഷനാണ് MCCയുടെ സൈറ്റിൽ. ആ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും, ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് MBBS സീറ്റും BDSും മാത്രം മതിയോ? നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. എയിംസുകൾ വേണോ? എയിംസ് സെലക്ട് ചെയ്യുന്നു. ജിപ്മർ വേണോ? ജിപ്മർ സെലക്ട് ചെയ്യുന്നു. പ്രിഫറൻസ് വേണോന്നാണ് ചോദിക്കുന്നത്.
പ്രിഫറൻസ് ഓർഡറിൽ ഈ കോളേജുകൾ കാണണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തരുമെന്നല്ല, നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള ലിസ്റ്റിനകത്ത് ഈ കോളേജുകളൊക്കെ വേണോ എന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട 350 ഗവൺമെൻറ് MBBS സീറ്റുകൾ വേണമെന്ന് പറഞ്ഞു, BDS സീറ്റുകൾ വേണമെന്ന് പറഞ്ഞു, എയിംസ് വേണമെന്ന് പറഞ്ഞു, ജിപ്മർ വേണമെന്ന് പറഞ്ഞു, ESI കോളേജുകൾ കാണണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് രജിസ്ട്രേഷനിൽ 10,000 രൂപ അല്ലെ 5,000 രൂപ എന്ന് വന്ന് കിടപ്പുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അടുത്ത ചോദ്യമാണ് ഡീംഡ് മെഡിക്കൽ കോളേജ് വേണമെന്ന് ചോദിക്കും. നമ്മൾ ആ ഡീംഡെ സെലക്ട് ചെയ്താൽ മാത്രമേ ഡീംഡിൻ്റെ 52 കോളേജ് വരികയുള്ളൂ. അങ്ങനെ ഡീംഡ് സെലക്ട് ചെയ്താൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയിലോട്ട് പോയി? 2 ലക്ഷത്തിലോട്ട് പോയി. അപ്പം നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ ഓപ്ഷൻ വെക്കാൻ പറ്റുകയില്ലേ? പറ്റും. ഗവൺമെൻറ്റും ഓപ്ഷൻ കൊടുക്കാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീംഡിൻ്റെ ഓപ്ഷൻസും ഫില്ല് ചെയ്യാമെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ഏതൊക്കെയാണോ കോളേജുകൾ കാണേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ഫീസ് അടയ്ക്കുന്നു. അതിനുശേഷം അടുത്ത വിൻഡോയിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ കോളേജുകളുടെ ഒരു ആൽഫബറ്റ് ക്രമം അങ്ങ് കാണിക്കും. അപ്പം നമ്മൾ ഗവൺമെൻറ് കോളേജുകൾ 350 പറഞ്ഞു, എയിംസ് പറഞ്ഞു, ജിപ്മർ പറഞ്ഞു, അതുപോലെ തന്നെ ESI കോളേജുകൾ പറഞ്ഞു. അപ്പം ആ വിദ്യാർത്ഥിക്ക് ഇതിൻ്റെ എല്ലാ ആൽഫബറ്റ് ഓർഡറുകളുണ്ട്. ഇനി നമ്മൾ പറയും നമുക്കിനി അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണ്ടേ? ഇതിനകത്തുനിന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട കോളേജുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ആദ്യം എയിംസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് ഷോർട്ടൺ ചെയ്യാനുള്ള ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. എയിംസ് മാത്രം മതി, അല്ലെങ്കിൽ ജിപ്മർ മാത്രം ആദ്യം കാണിച്ചാൽ മതി. ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയിംസിൻ്റെ കോളേജുകൾ ആദ്യം കാണണം, അല്ലെങ്കിൽ ജിപ്മർ കാണണം, അല്ലെങ്കിൽ കേരളത്തിലെ കോളേജ്, കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള കോളേജുകൾ വരും, തമിഴ്നാട് എന്ന് അടിച്ചാൽ തമിഴ്നാട്ടിലുള്ള കോളേജുകൾ വരും. അങ്ങനെ നമുക്ക് കോളേജുകളുടെ ലിസ്റ്റുകൾ കാണാം. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എയിംസ് എന്നടിച്ചു. അപ്പോൾ നമുക്ക് എയിംസിൻ്റെ 20 കോളേജുകളുടെ ലിസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം എയിംസ് ഡൽഹിയെ സെലക്ട് ചെയ്തു. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുമ്പോൾ അത് വലത്ത് സൈഡിൽ വന്നു. അപ്പോൾ ഇടത്ത് സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഓപ്ഷൻസും, ഇത് നീറ്റ് ക്വാളിഫൈ ചെയ്ത ഏത് വിദ്യാർത്ഥിക്കും ഈ മുഴുവൻ ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഈ മുഴുവൻ ഓപ്ഷൻ കൊടുക്കാനുള്ള അർഹതയുമുണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എയിംസ് ഡൽഹി സെലക്ട് ചെയ്താൽ അത് വലത്ത് സൈഡ് വന്നു, അത് നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷനായി. അത് കഴിയുമ്പോൾ ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് നമുക്ക് പോകാൻ താല്പര്യം. നമ്മൾ ജിപ്മർ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു, ജിപ്മർ പോണ്ടിച്ചേരി രണ്ടാമത്തെ ഓപ്ഷനായി. അത് കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കേരള നമ്മൾ ആ എയിംസ് എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? നമ്മൾ കേരള എന്ന് കൊടുത്തു. അപ്പോൾ കേരളത്തിലെ 12 കോളേജുകൾ വന്നു. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തു, സേവ് ചെയ്യുമ്പം മൂന്നാമത് കോഴിക്കോട് വന്നു. അങ്ങനെ നമുക്ക് മദ്രാസ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, ഗ്രാൻഡ്, സെയ്ത്ത്, മൗലാന, ഏതൊക്കെയാണോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് പോകുന്നു. 10,000 റാങ്കുള്ളൊരു വിദ്യാർത്ഥിയാണ്. അയാൾ എയിംസ് ഡൽഹി വെച്ചെന്നോർത്ത് കുഴപ്പമുണ്ടോ? ഇല്ല. അയാളുടെ പ്രിഫറൻസ് എന്തെന്നുള്ളത് നാഷണൽ മെഡിക്കൽ കമ്മീഷനെ അറിയിക്കുന്നു. അയാളുടെ റാങ്ക് വരുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തൊട്ട് താഴോട്ട് നോക്കിയിട്ട് ആദ്യത്തെ വേക്കൻസി ആ 10,000 റാങ്കുകാരന് കൊടുക്കും. എന്നിട്ടേ 10,001 റാങ്കുകാരൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് mcc.nic.in എന്ന വെബ്സൈറ്റിൽ ചെയ്യേണ്ടത്. ഇതിന് 7 ദിവസം അവസരം ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ പ്രയോറിറ്റി മാറ്റാം, ഡിലീറ്റ് ചെയ്യാം, വീണ്ടും അറേഞ്ച് ചെയ്യാം, മുഴുവൻ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കയറ്റാം. ഈ 7 ദിവസം നമുക്കിതിനെ മാറ്റിമറിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ നമുക്ക് അവസാനം നമ്മളത് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ലോക്കാണ്. ലോക്ക് ചെയ്യുന്ന എന്തിനാ? മറ്റാരും കയറിയിട്ട് മാൽ പ്രാക്ടീസ് ഒന്നും നടത്തിയിട്ടില്ല, നമുക്ക് ഉറപ്പായിട്ടും ഇന്ന ചോയ്സുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും മുഴുവൻ ഓപ്ഷനും കൊടുക്കണോ? വേണം, നിർബന്ധമില്ല. പോകാവുന്നത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ആന്ധ്രയും തെലുങ്കാനയും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. മിസോറമും ജമ്മു കാശ്മീരും ഒന്നും നമ്മൾ പോകാൻ താല്പര്യമില്ല, കൊടുക്കണ്ട. പക്ഷേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS ആണ് വേണ്ടതെങ്കിൽ ആദ്യം തന്നെ മുഴുവൻ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെക്കാളും കുറവുള്ള റാങ്കുകാരൻ എടുത്തുകൊണ്ട് പോകും. ഇപ്പം ചിലരുടെ വിചാരം എന്താണ്? കേരളത്തിൽ കിട്ടിയാൽ പോകാം, കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ റൗണ്ടിൽ ബാക്കിയുള്ള കോളേജുകൾ കൊടുത്താൽ മതി എന്ന് ചിലർ വിചാരിക്കും. അപ്പം നമ്മളെക്കാളും കുറവുള്ള ആൾ ആ സീറ്റ് എടുത്തുകൊണ്ട് പോകും. നമുക്കൊരു ഗവൺമെൻറ് സീറ്റാണ് വേണ്ടതെങ്കിൽ ആദ്യം മുതൽ തന്നെ അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെ റാങ്കിനാണ് പ്രാധാന്യം. നമ്മളുടെ റാങ്ക് വരുമ്പോൾ മാത്രമേ നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് നോക്കുന്നുള്ളൂ. ചിലരെങ്കിലും വിചാരിച്ചിരിക്കും, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, അത് ചിലരുടെ തെറ്റിദ്ധാരണയാണ്.
സാറിൻ്റെ റാങ്ക് 1000 സാറ് മദ്രാസ് മെഡിക്കൽ കോളേജ് വെക്കുന്നു, അത് വെച്ച് താഴോട്ട് കുറേ ഓപ്ഷൻസ് വെക്കുന്നു. എൻ്റെ റാങ്ക് പറയുന്നത് സാറിൻ്റെ 1000 എൻ്റെ 2000 റാങ്കാണ്. ഞാൻ ഏറ്റവും അവസാനം പോകുന്ന ഒരു കോളേജ് കുടക് മെഡിക്കൽ കോളേജ് എടുത്ത് ആദ്യം വെച്ചു. അതൊരു 20,000 റാങ്കിൽ പോകുന്നതാണ്. മദ്രാസ് മെഡിക്കൽ കോളേജ് 1000 റാങ്കിൽ പോകുന്നതാണ്. അത്രയും ടോപ്പ് കോളേജാണ്. മറ്റേതൊരു 20,000 റാങ്ക് വരെയുള്ളവർക്ക് കിട്ടുന്നത്. അപ്പം എൻ്റെ 2000 റാങ്ക് ആണെങ്കിൽ ഞാൻ കുടക് മെഡിക്കൽ കോളേജ് എടുത്ത് ആദ്യം വെച്ചു, ഒന്നാമത് തന്നെ വെച്ചു എന്ന് പറഞ്ഞ് എനിക്ക് സാധ്യതയുണ്ടോ? ഇല്ല. സാറിനൊരു സീറ്റ് തന്ന് 1000-കാരന് തന്ന് 1001-കാരന് കൊടുത്ത് 1002-കാരന് കൊടുത്ത് അങ്ങനെ നോക്കി 1999-കാരനും കൊടുത്തിട്ടേ 2000 ആളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. അപ്പം അവിടെ എന്താണ്, നല്ല കോളേജുകളുടെ ഓർഡർ കൊടുക്കുന്നതിലാണ് പ്രാധാന്യം. പക്ഷേ അവിടെ 2000-ന് കിട്ടാൻ അർഹതയുള്ളത് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ മാക്സിമം ഓപ്ഷൻ വെക്കണം. 2000 റാങ്കുള്ള ആളാണെങ്കിൽ ഒരു 10,000 റാങ്ക് വരെ കിട്ടാൻ സാധ്യതയുള്ളത് വെക്കണം. നമ്മളുടെ റാങ്ക് 25,000 ആണെങ്കിൽ മുഴുവൻ ഓപ്ഷൻസും വെക്കണം. പോകാവുന്നത് ഒരു കാരണവശാലും പോകാത്ത വെക്കണ്ട. അങ്ങനെ നമ്മൾ പ്രിഫറൻസ് ഓർഡർ ഇങ്ങനെ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തില്ലെങ്കിൽ അവസാനത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി. അങ്ങനെ 7 ദിവസത്തെ ഒരു പ്രോസസ്സാണ്. ഇതിലെല്ലാ ദിവസവും കയറിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണോ? വേണ്ട. നമുക്ക് ഒരു 4-5 ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആ ഒരു പ്രാവശ്യം കയറിയിട്ട് ആ ഓപ്ഷൻസ് കൊടുത്ത് സേവ് ചെയ്താൽ തീർന്നു. അങ്ങനെ നമുക്ക് ആ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രിഫറൻസ് കറക്റ്റ് ആക്കിയിട്ട് നമുക്കത് ലോക്ക് ചെയ്തോ ലോക്ക് ചെയ്യാതെയോ നമുക്കത് ലോഗ് ഔട്ട് ചെയ്യാം. അപ്പം അതാണ് ആദ്യത്തെ ആ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക എന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ റൗണ്ടിൽ 4 റൗണ്ടാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ 3 റൗണ്ടിലും ഈ പ്രോസസ്സ് ആവർത്തിക്കും. 3 റൗണ്ടിൽ ഇൻഡിവിജ്വലായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ആദ്യം കൊടുത്ത ഓപ്ഷൻ രണ്ടാമത് നിലനിൽക്കില്ല, രണ്ടാമത് കൊടുത്തത് മൂന്നാമത് നിലനിൽക്കില്ല, നാലാമത് പുതിയതായിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. മൂന്നാമത് എന്ത് കൊടുത്തോ അത് വെച്ചിട്ടേ നാലാമത് കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു 3 റൗണ്ടിലും പുതിയതായിട്ടാണ് ഓപ്ഷൻ കൊടുക്കുന്നതെന്നുള്ളതും ഓൾ ഇന്ത്യയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൾ ഇന്ത്യയിൽ ആദ്യത്തെ റൗണ്ടിൽ നല്ലൊരു കോളേജ് കിട്ടി, രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമ്മൾ ഓപ്ഷൻ അറിയാതെ വേറൊരു കോളേജ് ആയിപ്പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സീറ്റ് പോവും, എന്നിട്ട് പുതിയതായിട്ട് കിട്ടി രണ്ടാമത്തെ സീറ്റ് കിട്ടും. അപ്പം അവിടെ നമുക്ക് ഓരോ റൗണ്ടിലും പുതിയതാണെന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. സർ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഓർഡർ അവർ കുറേ ഓപ്ഷനായിട്ട് ഇങ്ങനെ തരുവാണോ, അതൊക്കെ എങ്ങനെയാണ്? ചിലരുടെ സംശയമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ 7 ദിവസം കൊണ്ട് നമ്മൾ ഓപ്ഷനൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 4-5 കോളേജ് ഇങ്ങനെ ഇങ്ങോട്ട് തന്നിട്ട് ഇതിൽ ഒരെണ്ണം എടുക്കാൻ പറയുവാണോ, അതോ പർട്ടിക്കുലർ ഒരു കോളേജ് ഇങ്ങനെ തരികയാണോ എന്നുള്ളൊരു സംശയമാണ്. അങ്ങനെ നമ്മൾ MBBS കിട്ടിയില്ലെങ്കിൽ BDSൻ്റെ ഒക്കെ ഓപ്ഷൻ ഫില്ല് ചെയ്ത് സേവ് ചെയ്തു. ഈ 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം അവരിത് പ്രോസസ്സ് ചെയ്യുവാണ്. നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ 1ാമത്തെ ഓപ്ഷൻ മുതൽ നോക്കി ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ സീറ്റ് അവർ തന്നെ ഇത് അവരുടെ സിസ്റ്റത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യും. നമുക്കൊന്നും അവിടെ കാണാനില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഇത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അടുത്ത ദിവസം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പം നമുക്കൊരു കോളേജിലെ ഒരു കോഴ്സ് അലോട്ട് ചെയ്യുന്നത്, ഒരു സാധ്യതയല്ല അവിടെ പറയുന്നത്. നമ്മുടെ റാങ്ക് 1000 ആണെങ്കിൽ 1000-ാമത്തെ റാങ്കിന് ഇന്ന കോളേജ്, മദ്രാസ് മെഡിക്കൽ കോളേജ് MBBS അലോട്ടഡ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് MBBS അലോട്ടഡ്. 12,000 റാങ്ക് ആകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജ് അലോട്ടഡ് എന്ന് കാണിക്കും. 17,000 റാങ്ക് വരെയൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ MBBS കിട്ടും. 17,000 റാങ്കുകാരന് ആന്ധ്രയിലോ തെലങ്കാനയിലോ ഏതെങ്കിലും ഒരു കോളേജിൽ MBBS സീറ്റ് അലോട്ടഡ് എന്ന് കാണിക്കും. 20,000 റാങ്കുള്ള ആൾ മുഴുവൻ ഓപ്ഷനും വെച്ചിരുന്നു, പക്ഷേ 20,000 റാങ്കുള്ള ആൾക്ക് യു ഹാവ് നോ അലോട്ട്മെന്റ് ഇൻ ദിസ് ടൈം എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഏത് കോളേജാണ് കിട്ടിയതെന്നുള്ളതാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് MBBS BDS ആദ്യത്തേനകത്ത് MBBS BDS മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MCCക്കകത്ത് MBBS BDS മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് മേഖലയുണ്ട്, ഡീംഡ് മേഖലയുണ്ട്, സെൽഫ് ഫിനാൻസിങ് മേഖല ഇല്ല. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ഒന്നും ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ഇല്ല. ഡീംഡ് മേഖലയുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലക്ഷം അടച്ച് രജിസ്റ്റർ ചെയ്തിരുന്നു. ഗവൺമെൻറ് കോളേജുകളും അമൃതയും മണിപ്പാലും ഒക്കെ വെച്ചിരുന്നു. ചിലപ്പോൾ മണിപ്പാൽ അലോട്ടഡ് എന്ന് കാണിക്കും. ഒരു 30,000 ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിൽ, ഒരു 40,000 ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു 60,000 വരെയൊക്കെ കിട്ടും മണിപ്പാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണിപ്പാൽ അലോട്ടഡ് എന്ന് കാണിക്കും. അത് ഒരു കോളേജും ആ കോളേജിലെ ഏത് കോഴ്സാണ് കിട്ടിയതെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ആ സീറ്റ് നമുക്കപ്പം കിട്ടിയെന്നുള്ളത് ഉറപ്പായി. ആ സീറ്റ് നമ്മുടെ ആ റാങ്കിനും റിസർവേഷനും നോക്കും, അനുസരിച്ച് കിട്ടി എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും. സർ, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഈ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടത്? നമ്മൾ നേരിട്ട് അവിടേക്ക് എത്തണോ, അവിടെ എത്തി ഫീസ് അടയ്ക്കണോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ യു ഹാവ് ആൻ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് കോളേജ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ
പിന്നെയുള്ള 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തിരിക്കണം, നേരിട്ട് ചെന്ന് അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ജൂലൈ 10-ാം തീയതിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതെങ്കിൽ ജൂലൈ 20-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. 20 മുതൽ 27-ാം തീയതി, ജൂലൈ 20 മുതൽ 27, ഈ ഡേറ്റ് ഉറപ്പുള്ളതല്ല, ടെൻറ്റേറ്റീവ് ആണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വരുന്നത് ജൂലൈ 20-ാം തീയതി ആണെങ്കിൽ ജൂലൈ 20 മുതൽ 27-ാം തീയതി വരെ നമുക്ക് ആ കോളേജുകളിൽ നേരിട്ട് ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഫീസ് അടച്ച് ചേരണം. അപ്പം നമ്മൾ 10,000 രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണോ അടക്കേണ്ടത്? അല്ല, മുഴുവൻ തുകയും അടക്കണം. 2 ലക്ഷം ഡീംഡിൽ അടച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണോ അടക്കേണ്ടത്? അല്ല, മുഴുവൻ തുകയും അടക്കണം. ഈ പൈസ പിന്നീട് നമുക്ക് ഡിസംബർ മാസം ആകുമ്പോൾ നമ്മൾ തിരിച്ച് അക്കൗണ്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ കോളേജുകളിൽ പോയി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഫീസ് അടച്ച്, കോളേജിൽ തന്നെ ഫീസ് അടയ്ക്കേണ്ട, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ കോളേജിൽ തന്നെ ഫീസ് അടച്ച് അവിടുന്ന് നമുക്ക് ഒറിജിനൽ അലോട്ട്മെൻറ്റ് ലെറ്റർ മേടിക്കാം. മറ്റേത് അലോട്ട്മെൻറ്റ് മെമ്മോയെ കിട്ടിയുള്ളൂ, ഇത് ഒറിജിനൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നമുക്ക് മേടിക്കാം. അപ്പോൾ എന്തായി? ആ സീറ്റ് ഉറപ്പായി. ഇനി നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു സീറ്റ് അലോട്ട് ചെയ്യാൻ പോയാലേ ഇത് ക്യാൻസൽ ആവുകയുള്ളൂ. ഇനി ഇത് ക്യാൻസൽ ആവണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ തന്നെ വേണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് മറ്റൊരു സീറ്റ് കിട്ടണം. ഓൾ ഇന്ത്യയുടെ തന്നെ അടുത്ത റൗണ്ടിൽ നമുക്ക് മറ്റൊരു സീറ്റ് കിട്ടിയാൽ ഇത് ക്യാൻസലായി പോകും. നമ്മൾ തന്നെ ഓൾ ഇന്ത്യയുടെ 2ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ വെച്ചു, അപ്പം മറ്റൊരു കോളേജ് കിട്ടി, അപ്പം ഇത് ക്യാൻസലായിപ്പോയി. അപ്പം നമ്മൾ ഈ കോളേജിൽ പോയി ഫീസ് അടച്ചതല്ലേ, ഈ കോളേജിലല്ലേ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്, ഈ സീറ്റ് എനിക്ക് ഉറപ്പുള്ളതല്ലേ? അല്ല, 2ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോൾ ഈ കിട്ടിയതിനേക്കാളും നല്ലത് മാത്രമേ വെക്കാവുള്ളൂ. അങ്ങനെ വെച്ച് കഴിയുമ്പം നമുക്ക് ഇതിനേക്കാളും ബെറ്റർ മാത്രം കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തും? ഈ പൈസയും സർട്ടിഫിക്കറ്റും അങ്ങ് തിരികെ മേടിക്കും. എന്നിട്ട് 2ാമത് കിട്ടിയ കോളേജിൽ പോയി അങ്ങ് ചേരും, ഓൾ ഇന്ത്യയുടേത്. ഈ കോളേജിൽ തന്നെ മതിയെന്ന് വിചാരിച്ചാലോ? 2ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തു, വേറൊരു കോളേജ് കിട്ടി, എനിക്ക് അത് വേണ്ട, ഈ 1ാമത്തെ റൗണ്ടിൽ കിട്ടിയത് തന്നെ വേണം, അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല. അങ്ങനെ വേണമെന്ന് പറയാനാവില്ല. 2ാമത്തെ റൗണ്ടിൽ നമ്മൾ എന്തിനാ ഓപ്ഷൻ വെച്ചേ? എനിക്ക് ഇതിനേക്കാളും വേണമെന്ന് നമ്മൾ MCCയോട് പറയുകയാണ് ചെയ്തേ. അപ്പം പിന്നെ ആദ്യത്തേത് വേണമെന്ന് പറയുന്നതിൽ അർഹതയില്ലല്ലോ, അതിനൊരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് 2ാമത്തത് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനേക്കാളും നല്ലത് മാത്രമേ 2ാമത്തെ റൗണ്ടിൽ വെക്കാവുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കോളേജിൽ നേരിട്ട് ചെല്ലണം. ആദ്യത്തെ കോളേജിൽ ചെന്നിട്ട് സർട്ടിഫിക്കറ്റും പൈസയും എല്ലാം മേടിച്ച് പുതിയ 2ാമത്തെ റൗണ്ടിലുള്ള കോളേജിൽ പോയി ചേരണം. ഇനി ആദ്യത്തെ റൗണ്ടിലൊരു പ്രത്യേകത എന്താ? നമുക്കൊരു കോളേജ് അലോട്ട് ചെയ്തു, നമ്മളോട് പറയുക 7 ദിവസത്തിനുള്ളിൽ ഫീസ് അടച്ച് ചേരണം. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണം. ഫസ്റ്റ് റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്, വേണമെങ്കിൽ ആ സീറ്റ് എടുക്കാതിരിക്കാം. അപ്പോൾ ആ സീറ്റ് കിട്ടുമോ? ഇല്ല. നമുക്ക് മധുര മെഡിക്കൽ കോളേജ് അലോട്ടഡ് എന്ന് കാണിച്ചു, നമുക്ക് കേരളത്തിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് എടുത്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ആ 7 ദിവസത്തിനുള്ളിൽ മധുര മെഡിക്കൽ കോളേജ് അല്ല ഏതാണോ അലോട്ടിരിക്കുന്നത് ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതെ ഫീസ് അടയ്ക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതിനെയാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് പോവില്ല, 2ാമത്തെ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കൊടുക്കാനുള്ള അവകാശം പോവില്ല, പക്ഷേ ഈ സീറ്റ് പോവും. ആ സീറ്റ് നമ്മൾ ഫീസ് അടയ്ക്കാത്തത് കൊണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് ആ സീറ്റ് അങ്ങ് പോയി. പകരം 2ാമത്തെ റൗണ്ടിൽ കിട്ടുവാണെങ്കിൽ എടുത്തോണം, ഇല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുവാണെങ്കിൽ എടുത്തോണം. അപ്പോൾ അതാണ് ഫ്രീ എക്സിറ്റ്. നമുക്കിപ്പോൾ ഈ സീറ്റ് വേണ്ട, നമുക്ക് കേരളത്തിൻ്റെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് 2ാമത്തെ റൗണ്ടിൽ വീണ്ടും പുതിയതായിട്ട് വെച്ചിട്ട് എടുക്കാൻ വേണമെങ്കിൽ അതിനെയാണ് ഫ്രീ എക്സിറ്റ്. റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് ഓർത്താൽ മതി. സർ, അതുപോലെ ഇതിനിടയിൽ പരാമർശിച്ചു ചില കുട്ടികൾക്ക് സീറ്റ് കിട്ടും, പക്ഷെ കേരളത്തിലെ റിസൾട്ടും കൂടെ നോക്കാം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ഒരു വികാരം, മലയാളികളുടെ പൊതുവായ വികാരം എപ്പോഴും ഈ കംഫർട്ട് സോണിൽ നിൽക്കാൻ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രവേശനത്തിന് ഒരു സീറ്റ് കിട്ടുമോ എന്ന് നോക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. സാർ, അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളത്തിൽ ഒരു സീറ്റ് നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ആ വിദ്യാർത്ഥി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും? തീർച്ചയായിട്ടും അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ വർഷം അങ്ങനെ കേരളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് ഒരാളും ശ്രമിക്കരുത്. മാക്സിമം ഓൾ ഇന്ത്യ കോട്ടയിലും എയിംസിലും ജിമ്മറിലും ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കണം ഈ വർഷം. കാരണം അത്രയധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ഉന്നത മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കേരളത്തിലെ ഒരു സീറ്റിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടതെന്നാണ് സാറ് ചോദിച്ചത്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റൗണ്ടിൽ ഒരു സീറ്റ് വന്നു, നമ്മൾ പോയി ചേർന്നെന്നിരിക്കട്ടെ, കേരളത്തിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പോരാം. ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റൗണ്ടിൽ ചേർന്നെന്ന് വിചാരിച്ച് കേരളത്തിലോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല.
ഇനി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്നു, ചേർന്നില്ലെന്ന് വിചാരിക്കുക, ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റുമായിട്ട് ആദ്യത്തെ റൗണ്ടിൽ യാതൊരു ബന്ധവുമില്ല. ആദ്യത്തെ റൗണ്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ റൗണ്ടിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പിന്നെ ഏത് റൗണ്ടിലെ ബന്ധമുള്ളത്? രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്നാൽ പിന്നെ ഒരു സ്റ്റേറ്റിലും പരിഗണിക്കില്ല. രണ്ടാമത്തെ റൗണ്ടിൽ കേരളത്തിൽ ചേർന്നാൽ മൂന്നാമത്തെ റൗണ്ടിൽ പിന്നെ ഓൾ ഇന്ത്യയിലും കേരളത്തിലും പരിഗണിക്കില്ല. അപ്പം അതാണ് ആദ്യത്തെ റൗണ്ടിൽ ഇതിന് ബന്ധമില്ല എന്ന് പറയാൻ കാര്യം. അങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ ഓൾ ഇന്ത്യയുടെ റൗണ്ട് കഴിഞ്ഞു. ജൂലൈ ആദ്യത്തെ ആഴ്ച മുതൽ നമ്മൾ ഓൾ ഇന്ത്യയിൽ ഓപ്ഷൻ കൊടുത്തു. ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റൊക്കെ വന്നു. അപ്പം ഇനി സീറ്റ് വരാത്തവരുണ്ട്. അവരെല്ലാം തൊട്ടടുത്ത ആഴ്ച ഈ ജൂലൈ 20 എന്നൊക്കെ പറയുന്ന ഡേറ്റുകളിലായിരിക്കും ഓൾ ഇന്ത്യ റൗണ്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കേരളത്തിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ മെഡിക്കൽ പ്രവേശനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതും ആദ്യഘട്ടത്തിൽ MBBSും BDSും മാത്രം. താല്പര്യമുള്ളവർക്കൊക്കെ കേരളത്തിൻ്റെ സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്? 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ MBBS, 19 സ്വകാര്യ മെഡിക്കൽ കോളേജിലെ MBBS, 19 സ്വകാര്യ മെഡിക്കൽ കോളേജിലെ മൈനോറിറ്റി സീറ്റുകൾ, 19 സ്വകാര്യ മെഡിക്കൽ കോളേജിലെ NRI സീറ്റുകൾ, അതുപോലെ തന്നെ 6 കോളേജുകളുടെ BDS സീറ്റുകൾ, 20ഓളം കോളേജുകളിലെ BDS സീറ്റുകൾ, അവിടുത്തെ NRI സീറ്റുകൾ. ഇത്രയും ഓപ്ഷൻസ് ആണ് കേരളത്തിൻ്റെ ആദ്യ റൗണ്ടിൽ വിളിക്കുന്നത്. അത് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. കേരളത്തിൽ MBBSന്റെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ കുട്ടികൾക്കും നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിനകത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഗവൺമെൻറ് MBBS ഇന്നവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂന്നുണ്ടോ? ഇല്ല. ഏത് റാങ്ക് ആണെങ്കിലും കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കാം, കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കാം, കേരളത്തിലെ BDSന് കൊടുക്കാം, സ്വകാര്യ BDSന് കൊടുക്കാം. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ NRI ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ മൈനോറിറ്റിയുടെ ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. മൈനോറിറ്റിയുടെ പ്രത്യേക ഓപ്ഷനാണ്, NRI പ്രത്യേക ഓപ്ഷനാണ്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിച്ച് അവിടെ മൈനോറിറ്റി ആയിട്ട് പരിഗണിക്കില്ല. മൈനോറിറ്റി വേണേൽ സെപ്പറേറ്റ് വെക്കണം. ഒരു കോളേജിൻ്റെ ഓപ്ഷൻ വിചാരിച്ചുകൊണ്ട് NRIയിൽ പരിഗണിക്കില്ല, NRI സെപ്പറേറ്റ് വെക്കണം. കാരണം രണ്ടും 2 ഫീസാണ്. നോർമൽ ഫീസ് എന്ന് പറയുന്നത് ഒരു 7 ലക്ഷം മുതൽ 9 ലക്ഷം വരെയാണ്. NRI എന്ന് പറയുന്നത് 21 ലക്ഷം രൂപയുടെ ഫീസാണ്. അപ്പോൾ അത് 2 ഓപ്ഷനാണ്. അങ്ങനെ നമുക്ക് NRI സ്റ്റാറ്റസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗവൺമെൻറ് കോളേജുകളുടെ ഓപ്ഷൻ കാണാം, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 7 ലക്ഷം 8 ലക്ഷം രൂപയുടെ സീറ്റുകൾ കാണാം, 21 ലക്ഷത്തിൻ്റെ NRI സീറ്റുകളും കാണാം. ഞാൻ NRI സ്റ്റാറ്റസ് കീമിന് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് ഗവൺമെൻറ് കോളേജുകളും 7 ലക്ഷം അല്ലെ 8 ലക്ഷത്തിൻ്റെ MBBS സീറ്റുകളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ എന്താ വ്യത്യാസം എന്നുള്ളത്. ഞാൻ മൈനോറിറ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ മൈനോറിറ്റിക്കോ മുസ്ലിം മൈനോറിറ്റിക്കോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസും കൂടുതലായിട്ട് കാണിക്കും. അത് അവർക്ക് മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളുടെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഏതൊക്കെ കോളേജാണോ താല്പര്യം, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇങ്ങനെ നമ്മളുടെ പ്രിഫറൻസ് എല്ലാവരും കൊടുക്കും. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഇടുക്കിയും കോന്നിയും മഞ്ചേരിയും പരിയാരവും ഒക്കെ കുട്ടികളിങ്ങനെ വെക്കും. അതിൻ്റെ താഴെ അവർക്ക് സെൽഫ് ഫിനാൻസിങ് MBBS ആണ് വേണ്ടതെങ്കിൽ അവരുടെ താല്പര്യമനുസരിച്ച് ഗോകുലവും SUTയും സോമർവെല്ലും ബിലീവേഴ്സും പുഷ്പഗിരിയും കോലഞ്ചേരിയും ജൂബിലിയും അമലയും ശ്രീനാരായണയും PK ദാസും അങ്ങനെ 19 കോളേജുകൾ അതിൻ്റെ താഴോട്ട് വെക്കും. അങ്ങനെ 12ഉം 19ഉം 31 MBBSന്റെ ഓപ്ഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ ഫീസ് ഇല്ലേ? ഉണ്ട്. അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും കോമണാണ് ഫീസ്. ആദ്യത്തെ റൗണ്ടിൽ 10,000 രൂപ അടച്ചാൽ മതിയാകും. ഓൾ ഇന്ത്യയിൽ നമ്മൾ ഡീംഡ് കാണണമെങ്കിൽ 2 ലക്ഷം അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഇല്ല. ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും 10,000 അല്ലെങ്കിൽ OBC ആണെങ്കിൽ 5,000 അടച്ചാൽ മതി. അങ്ങനെ 5,000 അടച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വെക്കാം. എനിക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ കൊടുക്കാനായിട്ട് താല്പര്യമില്ല, എനിക്ക് അത്രയും ഫീസ് കൊടുത്തിപ്പോൾ പോകാൻ പറ്റില്ല, ഗവൺമെൻറ് MBBS മാത്രം വെച്ചാൽ മതി. അതിനുശേഷം ഗവൺമെൻറ് BDSന് താല്പര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് BDS വെക്കാം. എനിക്ക് അഗ്രികൾച്ചറെ താല്പര്യം, അത് ഈ അലോട്ട്മെൻ്റ് അല്ല, ഇതിനകത്ത് MBBSും BDSും മാത്രമേ ഉള്ളൂ. എനിക്ക് വെറ്റിനറിയെ താല്പര്യം, ഇതിനകത്തല്ല, അത് വേറെ അലോട്ട്മെൻറ്റാണ്. മനസ്സിലായില്ലേ? ആദ്യത്തേനകത്ത് MBBSും BDSും മാത്രം. അത് ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും.
ഈ അങ്ങനെ നമ്മൾ 12, 19, 31 ഓപ്ഷൻ വെച്ചു. അപ്പം ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, അദ്ദേഹത്തിന് മൈനോറിറ്റി സീറ്റിന്റെ ഓപ്ഷൻ ബാക്കി കിടപ്പുണ്ട്. അപ്പം ആ മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ താല്പര്യമുള്ള മെഡിക്കൽ കോളേജിൽ ഇപ്പം അദ്ദേഹത്തിന് ബിലീവേഴ്സിൽ ചേരാനാണ് താല്പര്യം. ബിലീവേഴ്സിന്റെ മെറിറ്റ് സീറ്റ് ആദ്യം വെച്ചു, തൊട്ട് താഴെ ബിലീവേഴ്സിന്റെ മൈനോറിറ്റി സീറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അമലയിൽ ചേരാനാണ് താല്പര്യം, ബിലീവേഴ്സ് കഴിഞ്ഞിട്ട് അമല വെച്ചു. അപ്പം അത് ഈ കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ അവരാ തീരുമാനിക്കുന്നത്. ബിലീവേഴ്സിന് താഴെയാണോ അമല വെക്കേണ്ടത്, അല്ലെങ്കിൽ ജൂബിലി ആണോ വെക്കേണ്ടത്, പുഷ്പഗിരിയാണോ സോമർവെല്ലാണോ എന്നൊക്കെ അവരുടെ അടുത്തുള്ള കോളേജുകൾ, അവർക്ക് ഏറ്റവും അടുത്ത ഏത് കോളേജാണോ താല്പര്യം അതാണ് ഏറ്റവും നല്ല കോളേജ്. അപ്പം അതിനനുസരിച്ച് രണ്ടാമത് അമലയാണ് വെക്കുന്നതെങ്കിൽ അമലയുടെ മെറിറ്റ് സീറ്റ് വെച്ചു, അതിൻ്റെ തൊട്ട് താഴെ മൈനോറിറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുഷ്പഗിരി പഠിക്കാനാണ് താല്പര്യം, പുഷ്പഗിരി വെച്ച് പുഷ്പഗിരിയുടെ മൈനോറിറ്റി വെച്ചു. അത് കഴിയുമ്പോൾ ജൂബിലി വെക്കാനാണ് താല്പര്യം, ജൂബിലി മെഡിക്കൽ കോളേജ് വെച്ചു, അതിൻ്റെ താഴെ ജൂബിലിയുടെ മൈനോറിറ്റി വെച്ചു. എന്തുകൊണ്ടാ? ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് മൈനോറിറ്റി തൊട്ട് താഴെ അഡീഷണൽ ഓപ്ഷൻ ആയിട്ട് വെക്കുക. രണ്ടിനും ഒരേ ഫീസാ. അങ്ങനെ നമ്മൾ അവിടുത്തെ മെറിറ്റ് സീറ്റ് 8 ലക്ഷത്തിന്റെ ഫീസിന് തൊട്ട് താഴെ 8 ലക്ഷത്തിന് തന്നെ മൈനോറിറ്റിയും കൂടെ വെക്കണം. അങ്ങനെ നമ്മൾ 12, 19, 31 ക്രിസ്ത്യൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ 7 ഓപ്ഷനും കൂടെ വരും, 38 ഓപ്ഷൻ വരും. മുസ്ലിം ആണെങ്കിലോ MESലും ട്രാവൻകൂറിലും ഒക്കെ മുസ്ലിം മൈനോറിറ്റി സീറ്റ് വരും. അപ്പോൾ MESലെ പഠിക്കാൻ താല്പര്യമെങ്കിൽ MEBSന്റെ മെറിറ്റ് വെച്ചു, 8 ലക്ഷത്തിൻ്റെ വെച്ചു, MEBSന്റെ മൈനോറിറ്റി തൊട്ട് താഴെ വെച്ചു, ട്രാവൻകൂർ വെച്ചു, ട്രാവൻകൂറിന് മൈനോറിറ്റി വെച്ചു, KMCT വെച്ചു, KMCT മൈനോറിറ്റി വെച്ചു. അപ്പം ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിലും എനിക്ക് 8 ലക്ഷത്തിൻ്റെ MBBS സീറ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷനോട് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം BDS ആയിരിക്കാം, BDSന്റെ സെൽഫ് ഫിനാൻസിങ് ആയിരിക്കാം. ഞാൻ സെൽഫ് ഫിനാൻസിങ് BDSന് പോകാൻ താല്പര്യമില്ല, വെക്കണ്ട. സെൽഫ് ഫിനാൻസിങ് BDS വെക്കേണ്ടത് നമ്മളുടെ പ്രിഫറൻസാണ്. നമുക്ക് പോകാൻ താല്പര്യമില്ല, വെക്കാതിരുന്നാൽ മതി. സെൽഫ് ഫിനാൻസിങ് മേഖല എനിക്ക് വേണ്ട, ഇപ്പം വെക്കാതിരുന്നാൽ മതി. പക്ഷേ നമ്മളെക്കാളും കുറഞ്ഞ റാങ്ക് ഉള്ളവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ, വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. നമ്മളുടെ റാങ്ക് 10,000 എന്ന് പറഞ്ഞ് നമുക്കൊരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 12,000-കാരൻ സെൽഫ് ഫിനാൻസിങ് BDS വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് കിട്ടും. നമ്മുടെ ഇവിടെ റാങ്കിനുള്ള പ്രിഫറൻസെങ്കിലും നമ്മളത് പറഞ്ഞില്ല എൻട്രൻസ് കമ്മീഷനോട്. ഗവൺമെൻറ് MBBSും സെൽഫ് ഫിനാൻസിങ് MBBSും കഴിഞ്ഞിട്ട് എനിക്ക് സെൽഫ് ഫിനാൻസിങ് BDS വേണമെങ്കിൽ പറയണമായിരുന്നു. അപ്പം അത് നമ്മൾ ഓപ്ഷൻ വെക്കാൻ മറക്കരുത്. നമ്മളുടെ റാങ്ക് 10,000-ത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ BDS ആണ് വേണ്ടതെങ്കിൽ വെച്ചോണം. ഇനി BDS വേണ്ട എന്നുണ്ടെങ്കിൽ വെക്കണ്ട. അങ്ങനെ നമ്മൾ ഇതിനെയാണ് പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ കേരളയുടെ സൈറ്റിനകത്ത് നമ്മൾ 10,000 രൂപ അടച്ച് ഗവൺമെൻറ് MBBSും സെൽഫ് ഫിനാൻസിങ് MBBSും ഒക്കെ വെക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 7 ദിവസമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് ഓപ്ഷൻ വെക്കാൻ അനുവദിക്കുകയില്ല. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ എന്താ പറഞ്ഞ ഓൾ ഇന്ത്യയുടെ, രണ്ടാമത്തെ റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ കൂട്ടി വെക്കാം. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയില്ല, 12,000 ഓൾ ഇന്ത്യ റാങ്കുള്ള ഒരാൾക്ക് ഒരു സീറ്റ് കിട്ടിയില്ല, അപ്പോൾ അയാൾ പേടിച്ചുപോയി. അയാൾക്ക് രണ്ടാമത്തെ റൗണ്ടിൽ വേണം മുഴുവൻ ഓപ്ഷൻസും വെക്കാം. പക്ഷെ കേരളത്തിൽ അങ്ങനെ പറ്റില്ല. 2,000 കേരള മെഡിക്കൽ റാങ്കുള്ള ഒരു കുട്ടി ഗവൺമെൻറ് MBBS സീറ്റ് മാത്രം വെച്ചു. ഫസ്റ്റ് റൗണ്ട് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് വെക്കാൻ പറ്റില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ താഴെ സെൽഫ് ഫിനാൻസിങ് വെച്ചോണം. ഇപ്പോൾ ഒരു NRI സീറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം NRI എന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഫസ്റ്റ് റൗണ്ടിൽ ഗവൺമെൻറ് MBBSും സെൽഫ് ഫിനാൻസിങ് MBBSും കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, പോകാൻ പറ്റുമെങ്കിൽ താഴെ തന്നെ NRI കൊടുത്തോണം. അല്ലെങ്കിൽ പിന്നെ എപ്പോൾ കൊടുക്കാം? മൂന്നാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് കൊടുക്കാം. സെൽഫ് ഫിനാൻസിങ് MBBS ഉണ്ടെങ്കിൽ, വേക്കൻസി ഉണ്ടെങ്കിൽ ഫസ്റ്റ് 2 റൗണ്ടും കഴിഞ്ഞിട്ട് വേക്കൻസി ഉള്ള കോളേജിൽ മൂന്നാമത്തെ റൗണ്ടിൽ കൊടുക്കാൻ സമ്മതിക്കും. കുറച്ച് കോളേജുകളെ സാധാരണ കാണാറുള്ളൂ, NRIയിലൊക്കെ കുറച്ച് സീറ്റുകളെ കാണാറുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ആദ്യത്തെ 2 റൗണ്ടിൽ വെക്കാത്ത ഓപ്ഷൻസ് മൂന്നാമത്തെ റൗണ്ടിൽ കൊടുക്കാം. അപ്പോൾ ഓൾ ഇന്ത്യയുടെയും കേരളയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അവിടെയെല്ലാം ഇൻഡിവിജ്വൽ റൗണ്ടുകളാണ്. ഇവിടെ ആദ്യത്തെ 2 റൗണ്ടുകൾ ഒറ്റ പ്രാവശ്യം ഓപ്ഷൻ വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വേക്കൻസി ഉള്ളത് മാത്രമേ മൂന്നാമത്തെ റൗണ്ടിൽ വെക്കാൻ പറ്റുള്ളൂ. അലോട്ട്മെൻറ്റ് രീതികൾ ഇപ്പം ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഒരു 5 ദിവസമുണ്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട്. ഓപ്ഷൻ കൊടുത്തു, സേവ് ചെയ്തു. ഇവിടെ പിന്നെ നമ്മൾ ലോക്ക് ചെയ്യാനൊന്നുമില്ല, ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സേവ് ചെയ്തു, 5 ദിവസം കഴിയുമ്പോൾ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു, ഇന്ന കോളേജിലാണ് കിട്ടിയെന്ന് കാണിക്കുന്നു. എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി നമ്മളെ പൈസ അടയ്ക്കണം. ഓൾ ഇന്ത്യക്ക് കോളേജിലാണ് അടയ്ക്കേണ്ടിയിരുന്നതെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പൈസ അടയ്ക്കേണ്ടത്. പക്ഷേ കേരള അലോട്ട്മെൻറ്റ് വഴി കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടിയെങ്കിലോ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി തന്നെ നമ്മൾ 25,000 രൂപ അടയ്ക്കണം. അപ്പം നമ്മൾ 10,000 അവിടെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടില്ലേ, ബാക്കി 15,000 അടച്ചാൽ മതി.
ഓക്കെ. ഓൾ ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഫീസ് സെപ്പറേറ്റാ. അത് നോക്കുക ചെയ്യരുത്. അപ്പോൾ ഓൾ ഇന്ത്യ വഴിയാണ് കോട്ടയം കിട്ടുന്നെങ്കിലോ 25,000 രൂപയും കോട്ടയത്ത് അടക്കണം, 10,000 രൂപ പിന്നീട് തിരിച്ചു തരുക ചെയ്യുന്നത്. എന്നാൽ കേരള അലോട്ട്മെന്റ് വഴി കോട്ടയം കിട്ടിയപ്പോഴോ ഈ 10,000-ന് ശേഷം ബാക്കി അടച്ചാൽ മതി, 15,000 രൂപ അടച്ചാൽ മതി. ഇനി സെൽഫ് ഫിനാൻസിങ്ങാണ് കിട്ടിയത്, 1,00,000 രൂപ അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് കിട്ടി, നമുക്ക് എത്ര എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റ് വഴി 1,00,000 അടക്കണം. 10,000 നമ്മൾ അടച്ചിട്ടുണ്ട്, ബാക്കി 90,000 രൂപ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി അടയ്ക്കണം. അത് ഓൺലൈനായിട്ട് അടയ്ക്കാം, ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കാം. അങ്ങനെ അടയ്ക്കുമ്പം ആ സീറ്റ് ഉറപ്പായി. എന്നിട്ട് 5 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ആ കോളേജിൽ ചെല്ലണം. കോട്ടയം മെഡിക്കൽ കോളേജോ തിരുവനന്തപുരമോ ഇടുക്കിയോ നമ്മൾ ആ കോളേജിൽ ചെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് അഡ്മിഷൻ എടുക്കണം. അതാണ് കേരളത്തിൻ്റെ രീതി. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ നമ്മൾ 1,00,000 രൂപ ഇവിടെ അടച്ചു, ബാക്കി 7,00,000 രൂപ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അത് DD ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവർ പറയുന്ന അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അടുത്ത റൗണ്ടിൽ മാറ്റം കിട്ടിയാലോ ഇവിടുന്ന് ഈ പൈസ മുഴുവൻ തിരിച്ചു തരും. എന്നിട്ട് നമുക്ക് അടുത്ത കോളേജിൽ കൊണ്ട് കൊടുക്കാം. 2 പ്രാവശ്യം നമ്മുടെ പൈസ നമ്മുടെ കരുതണ്ട. ഈ ആദ്യത്തെ പൈസ തന്നെ അടുത്ത റൗണ്ടിൽ നമുക്ക് ഉപയോഗിക്കാം. ആ 2ാമത്തെ റൗണ്ടിൽ നമുക്ക് പുതിയ കോളേജ് കിട്ടിയാൽ ഇവിടെ പോയി എല്ലാ സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു മേടിച്ച് അടുത്ത കോളേജിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പം 2ാമത്തെ റൗണ്ടിൽ അവിടെ നമുക്ക് പുതിയ ഓപ്ഷൻ കിടക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ കൊടുത്തതിൻ്റെ ഹയർ ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത റൗണ്ടിൽ നമുക്ക് ഇവിടുന്ന് എല്ലാ സർട്ടിഫിക്കറ്റും മേടിച്ച് പുതിയ കോളേജിൽ ചേരാം. അതല്ല അടുത്ത റൗണ്ട് മാറ്റം കിട്ടിയില്ലെങ്കിൽ ഈ കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്യാം. ഇതാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയും കേരള അലോട്ട്മെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ചേരുന്ന രീതി എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ചേരണം. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് നമുക്ക് സെക്കൻഡിലോട്ട് പോകുമ്പം ഈ ഓൾ ഇന്ത്യ റൗണ്ടിലാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലോട്ട് നമ്മളെ പരിഗണിക്കണമെങ്കിൽ വില്ലിങ്നെസ് എസ് കൊടുക്കുക എന്ന് പറയും. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചേർന്നു, അടുത്ത റൗണ്ടിൽ നമുക്ക് മുകളിലോട്ട് പരിഗണിക്കണം. നമ്മൾ വീണ്ടും ഓപ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റ് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കും വില്ലിങ്നെസ് അടുത്ത റൗണ്ടിൽ പരിഗണിക്കണോ, എസ് എന്ന് പറയണം. എന്നിട്ട് ഓൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. കേരള മെഡിക്കലിനോ നമ്മൾ 2ാമത്തെ റൗണ്ട് തുടങ്ങുമ്പം നമുക്ക് കിട്ടിയ കോട്ടയം മെഡിക്കൽ കോളേജിനേക്കാളും 2 ഓപ്ഷൻ മുകളിലുണ്ടായിരുന്നു വിചാരിക്കുക. 2ാമത്തെ റൗണ്ടിൽ കേരളത്തിൽ നമ്മളെ പരിഗണിക്കണമെങ്കിൽ സൈറ്റിനകത്താണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അടുത്ത റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ കൺഫേം ചെയ്യുക എന്ന് പറയും. ഓൾ ഇന്ത്യ റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ വീണ്ടും ഓപ്ഷൻ കൊടുക്കാനുള്ളതിനെ വില്ലിങ്നെസ് എസ് കൊടുക്കുക എന്ന് പറയും. ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് ഭയങ്കര പാടുള്ളതാണ്. ഇപ്പം ഏറ്റവും വലിയ ബിസിനസ്സാണ് ഈ ഓപ്ഷൻ കൊടുക്കുന്നതും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും വിവിധ ഏജൻസികൾ ചെയ്യാമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും പോകണ്ട. ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള രീതികളാണ്. ഇപ്പം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലും ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാം. ഒരാൾക്ക് പോലും തെറ്റ് വരില്ല. അത്ര കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. ഇനി നമ്മളതൊന്നും പറഞ്ഞില്ലെങ്കിലും എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ വായിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഇതെല്ലാം മനസ്സിലാകും. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റിന് നോട്ടിഫിക്കേഷൻ വായിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൻ്റെ മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത റൗണ്ടിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് തീരുമോ, അലോട്ട്മെൻറ്റിൽ എങ്ങനെ പങ്കെടുക്കണം, കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ 2 വെബ്സൈറ്റിലുണ്ട്. അപ്പം നിങ്ങൾ പരിഭ്രാന്തരൊന്നും ആവേണ്ടതില്ല. കൃത്യമായ സമയമുണ്ട്. ഓപ്ഷൻ കൊടുക്കാൻ നമുക്ക് ഒരാഴ്ച സമയമുണ്ട്. ആ കോളേജിൽ ചെന്ന് ചേരാൻ ഒരാഴ്ച സമയമുണ്ട്. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് പുതിയ കോളേജിൽ ചേരാൻ അതിനൊക്കെ സാവകാശമുണ്ട്. ഇപ്പം നമുക്കൊരു പേടി എന്താണ്, നമുക്ക് റാങ്കിനെ കുറിച്ച് അറിയില്ല, സീറ്റ് കിട്ടുന്നതിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും. അത് അപകടമാണ്. കാരണം എന്താണ് നമ്മുടെ താല്പര്യം, എങ്ങനെ നമ്മൾ പെട്ടെന്ന് അലോട്ട്മെൻറ്റുകളെ നോക്കണം, നമ്മളിതിലൂടെ ഒന്ന് സഞ്ചരിക്കണം. ഓരോരുത്തരും സൈറ്റുകളിൽ കയറി ഓപ്ഷൻ കൊടുക്കുകയും ഇതിൻ്റെ പ്രയോറിറ്റി ഓർഡർ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. നമ്മുടെ താല്പര്യം എന്താണ് ഇപ്പോൾ ഓപ്ഷൻ, എന്താണ് പ്രിഫറൻസ് ഓർഡർ, ഏതൊക്കെ ഓപ്ഷൻസ് കൊടുക്കാം, എപ്പോൾ കൺഫേം ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലൂടെ നമുക്ക് 4 റൗണ്ടുകളിലൂടെ സഞ്ചരിക്കാം. ഇതിൽ എല്ലാം ഒന്നരാടൻ റൗണ്ടാണ്. ഓൾ ഇന്ത്യ ആദ്യം, പിന്നെ കേരള, പിന്നെ വീണ്ടും ഓൾ ഇന്ത്യ, പിന്നെ കേരള, പിന്നെ ഓൾ ഇന്ത്യയും കേരളയും ഒരുമിച്ച് 3rd അലോട്ട്മെൻറ്റ് തൊട്ട് പിന്നെ ഒരുമിച്ച് പോകും. ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. 3 റൗണ്ടുകളിലും വേക്കൻസി ഒന്നും വന്നില്ലെങ്കിൽ 3ാമത്തെ റൗണ്ടിൽ കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസികൾ 4ാമത്തെ സ്ട്രേ വേക്കൻസി വഴി ഫില്ല് ചെയ്യുകയും ചെയ്യും. സ്ട്രേ വേക്കൻസി എത്തുമ്പോഴേക്കും അവിടെ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലൊക്കെ സെൽഫ് ഫിനാൻസിങ്ങിൽ അവിടെ നമ്മൾ 1,00,000 രൂപ അടച്ചാൽ മാത്രമേ നമ്മളെ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുള്ളൂ. അതൊക്കെ നമുക്ക് ആ സമയമാകുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ആദ്യത്തെ റൗണ്ടുകളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ മാത്രം മതിയാകും. സർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ
AFMC ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഇഷ്ടം പോലെ. തീർച്ചയായിട്ടും. നമ്മുടെ അഞ്ജന കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പസിൽ വന്നായിരുന്നു. ഏതാണ്ട് 700 മുകളിൽ കിട്ടിയ ആ മോക്ക് AFMC ആയിരുന്നു ആ മോളുടെ താല്പര്യം. അപ്പം അതിലോട്ടുള്ള പ്രവേശന രീതികളുണ്ട്. അതുപോലെ തന്നെ ESA IP കോട്ട. തീർച്ചയായിട്ടും. കാരണം ഒത്തിരിയധികം നമ്മുടെ കുട്ടികൾ ESA IP കോട്ടയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ അലോട്ട്മെന്റിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു സമീപിക്കേണ്ട ഒരു രീതി എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും. ഇപ്പം AFMC ഉള്ള അഞ്ജനയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ MCC.nic.in എന്ന വെബ്സൈറ്റിൽ ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെ നമുക്ക് പ്രിഫറൻസ് ഓർഡർ കൊടുക്കാമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആദ്യത്തെ രജിസ്ട്രേഷൻ സമയത്ത് ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ്, എയിംസ് കോളേജുകൾ, ജിപ്മർ കോളേജുകൾ, അവിടെ ഒരു ചോദ്യമുണ്ട് AFMCയിൽ പരിഗണിക്കണോ എന്നുള്ളത്. AFMC ഒരു ഓപ്ഷൻ അല്ല. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇന്ത്യയിലുള്ള 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജും എയിംസും ജിപ്മറും ഒക്കെ നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് സേവ് ചെയ്യാമെന്ന്. പക്ഷേ AFMC അങ്ങനെയല്ല. ആദ്യത്തെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ എല്ലാവരോടും ചോദിക്കുക AFMC വേണോ, വേണമെങ്കിൽ അവിടെ നമ്മൾ AFMC നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കി 10,000 രൂപ അടച്ചാൽ, അപ്പോൾ ഒറ്റ 10,000 അടച്ചാൽ മതി. അല്ലാതെ AFMCക്ക് ഒരു 10,000, ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഒരു 10,000, ഡീംഡിന് വേറൊരു 2 ലക്ഷം, അങ്ങനെയൊന്നുമില്ല. ഡീംഡും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇനി ഡീംഡ് വേണ്ടെങ്കിൽ ഒരു 10,000 രൂപ അടച്ചാൽ മതി. അതിനകത്ത് ഗവൺമെൻറ് കോളേജും എയിംസും ജിപ്മറും AFMCയും ഒക്കെ വരും. അങ്ങനെ നമ്മൾ AFMCയും കൂടെ വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി AFMCക്കാർ. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് വരുമ്പോൾ ഇവർക്ക് ഇവരുടെ റാങ്ക് അനുസരിച്ച് ഒരു കോളേജ് അല്ലാതെ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ AFMCയുടെ ഷോർട്ട് ലിസ്റ്റും വരും. MCCയുടെ സൈറ്റിൽ തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരും. പെൺകുട്ടികൾക്ക് ഇത്ര മാർക്കിന് മുകളിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ 640 മുകളിലുള്ള പെൺകുട്ടികൾക്കും 617 മുകളിലുള്ള ആൺകുട്ടികളോടും അത് ആ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടി. 1600 കുട്ടികൾ ഇടം നേടി. കഴിഞ്ഞ ഓണത്തെക്കാളും ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും. ആ കട്ട് ഓഫിനുള്ള കുട്ടികൾ ഷോർട്ട് ലിസ്റ്റിൽ വരും. അപ്പം AFMC അഡ്മിഷൻ എടുക്കേണ്ടവരുടെ പ്രോസസ്സ് MCC വഴിയുള്ളത് അവിടെ തീർന്നു. ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്നു. ഇനി എന്ത് ചെയ്യണം അവർ? AFMC.nic.in എന്ന അവരുടെ AFMCയുടെ വെബ്സൈറ്റ് നോക്കണം. ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികളെ എല്ലാം 100 പേര് വെച്ചിട്ട് ഈ ജൂലൈ 20 ശേഷം AFMC പൂനെയിലോട്ട് ചെല്ലാൻ ക്ഷണിച്ചിരിക്കുക. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കുട്ടികൾ നേരിട്ട് അവരവരുടെ ഡേറ്റിൽ AFMC പൂനെയിൽ ചെല്ലണം. ആദ്യം ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യും. അതിനുശേഷം 50 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ടോളർ, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, ലോജിക്കിൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് അന്ന് തന്നെ നടത്തും. പിറ്റേ ദിവസം മെഡിക്കൽ ഫിറ്റ്നസ്, ഇൻ്റർവ്യൂ, ഈ 4 കാര്യങ്ങളുടെയും കൂടെ കഴിഞ്ഞിട്ട് 200 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് ഫൈനൽ AFMCയുടെ ലിസ്റ്റ് വരുന്നത്. അപ്പം ഇവർ ചെല്ലേണ്ട ഡേറ്റിൽ അവിടെ ചെല്ലുന്നു, ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യുന്നു, ഒരു ഫോട്ടോ കോപ്പി അവിടെ കൊടുക്കുന്നു, ഒറിജിനൽ സർട്ടിഫിക്കറ്റോടെ അവർക്ക് തിരിച്ച് വീട്ടിലോട്ട് പോരാ. അന്ന് തന്നെ അറിയാൻ പറ്റില്ല. ഒരാഴ്ചയ്ക്ക് ശേഷമേ AFMCയിൽ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാവുള്ളൂ. അപ്പം അവർക്ക് അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് അലോട്ടായിട്ട് കിടപ്പുണ്ട് അല്ലേ? നല്ല റാങ്ക് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പം അവർക്ക് വേണമെങ്കിൽ, കാരണം ഫ്രീ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അഞ്ജനയ്ക്ക് AFMC തന്നെയാണ് വേണ്ടത്. അഞ്ജന അവിടെ എന്ത് ചെയ്യും? ഇപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ പോയി ചേരില്ല. AFMC കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിലോ അദ്ദേഹത്തിന് എയിംസോ ജിപ്മറോ അല്ലെങ്കിൽ സ്റ്റാൻലി മെഡിക്കൽ കോളേജോ തിരുവനന്തപുരം കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജ് അലോട്ട് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. ഈ AFMCയുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ 7 ദിവസം ഉണ്ടായിരുന്നു, 2 ദിവസം AFMC നിന്നാൽ മതി. നേരിട്ട് ഈ ഓൾ ഇന്ത്യ കിട്ടിയ കോളേജിൽ പോയി ചേർന്ന് അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മാർക്കൊക്കെ ഫീസൊക്കെ അടച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ല എവിടെയാണോ അവിടെ പോയി അങ്ങ് ചേരും. അത് കഴിഞ്ഞിട്ട് AFMCയുടെ ഫൈനലിസ്റ്റ് വന്നു കഴിയുമ്പം നമ്മുടെ പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഞ്ജനയുടെ പേര് കാണും. അപ്പോൾ എന്ത് ചെയ്യും അഞ്ജന? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ചിട്ട് AFMCയിൽ ചെന്ന് ചേർന്ന് അവിടെ പഠിക്കും. അപ്പോൾ AFMCയുടെ ഒരു പ്രൊസീജിയർ ഇതാണെന്ന് മാത്രം. ഇനി സാറ് പറഞ്ഞു ESA IP കോട്ട. ഈ IP സർട്ടിഫിക്കറ്റ് ഒരു കിട്ടിയവർക്ക് മാത്രം ഈ 11 കോളേജുകളുടെ ഓപ്ഷൻ കൂടുതലായിട്ട് കാണിക്കും. എനിക്ക് ESA IP ഇല്ല, സാറിന് IP ഉണ്ട്. എനിക്ക് 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രം കാണാം. അതിനകത്ത് ESA മെഡിക്കൽ കോളേജ് ഉണ്ട്. കൊല്ലം മെഡിക്കൽ കോളേജും കോയമ്പത്തൂർ ESA മെഡിക്കൽ കോളേജും ബാംഗ്ലൂർ ESA മെഡിക്കൽ കോളേജും ചെന്നൈ ESA മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ട്. എനിക്ക് ഫീസ് കൂടുതലാണ്. 1 ലക്ഷം രൂപയാണ് ചെന്നൈ മെഡിക്കൽ കോളേജിൽ. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ 1 ലക്ഷം രൂപയെ ഞാൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ സാറിനും ആ ഓപ്ഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ കോട്ട ഓപ്ഷൻ. പക്ഷെ സാറിന് കൂടുതലായിട്ട് എന്തുണ്ട്? 11 കോളേജുകളിൽ 24,000 രൂപയുടെ MBBS സാറിന് കൂടുതലായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാറിന് ആദ്യത്തെ റാങ്ക് അല്ല എങ്കിൽ സാർ ഈ കോളേജുകൾ ആദ്യം എടുത്തു വെക്കും. കാരണം 24,000 രൂപയല്ലേ അവിടെ ഫീസുള്ളൂ. അപ്പം അവിടെ അവർക്ക് പ്രിഫറൻസ് ഓർഡറിൽ അത് തീരുമാനിക്കാം. അതല്ല സാറിൻ്റെ റാങ്ക് 5,000 ആണ്. സാറിന് കേരളത്തിലേക്ക് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ കോട്ടയം മെഡിക്കൽ കോളേജോ ഓപ്ഷൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആദ്യം വെക്കാം. അത് കഴിഞ്ഞിട്ട് ESA IP വെച്ചാൽ മതി. അപ്പോൾ അവിടെയൊക്കെ പ്രിഫറൻസ് തീരുമാനിക്കേണ്ടത് സാറാണ്.
IP ഉണ്ട്, കൂടുതലായിട്ട് ഈ 11 കോളേജും കൂടെ കൊടുക്കാൻ ഓർക്കണം. സാറിന് IP സർട്ടിഫിക്കറ്റ് കൈ വെച്ചിട്ട് ഈ ESI IP-യുടെ ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ ഒരു പ്രയോജനവും. ESI IP കോട്ട എന്ന് പറയുന്ന ഈ 11 MBBSും കൂടെ കൂടുതലായിട്ട് നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ കൊടുക്കണം. അത് മുകളിലോ ഇടയ്ക്കോ താഴെയോ നമ്മളുടെ ആഗ്രഹം എവിടെയാണോ അവിടെ അത് കൊടുത്തിരിക്കണമെന്ന് മാത്രം ഓർത്താൽ മതി. അങ്ങനെയാണ് ESI IP-യുടെ സീറ്റ് കിട്ടുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോളേജുകൾ നേരിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ഈ IP സർട്ടിഫിക്കറ്റും കൂടെ, പിന്നെ അവർ കുറച്ച് ഡോക്യുമെൻറ്റ് കൂടുതൽ പറയുന്നുണ്ട്. അവർക്ക് ഇത് MBBSും ഹൗസ് സർജൻസിന് ശേഷം 1 വർഷം ബോണ്ട് ചെയ്യണം. ഉയർന്ന ശമ്പളത്തോടു കൂടിയാണ്, നല്ല ശമ്പളം കിട്ടും. കാരണം PGക്കൊക്കെ പോകാനായിട്ട് ആ ശമ്പളം ഉപയോഗിക്കാം. അപ്പം ബോണ്ട് ചെയ്യാനുള്ള ബോണ്ട് പേപ്പറിൽ മുദ്രപത്രം കൊണ്ടുചെല്ലണം, അഫിഡേവിറ്റുകൾ കൊണ്ടുചെല്ലേണ്ടതായിട്ടുണ്ട്, ESI ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഒറിജിനലോട് കൂടി ESI IP ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പോയി ചേരേണ്ടത്. സർ, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഡീംഡ് മെഡിക്കൽ കോളേജിൽ കിട്ടുന്നു, അല്ലെങ്കിൽ കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നു, ആ കുട്ടി ഫീസ് അടച്ച് ജോയിൻ ചെയ്യുകയാണ്. സാർ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ ആ കുട്ടിക്ക് തിരികെ വരാനും അതുപോലെ തന്നെ ഫീസൊക്കെ തിരികെ കിട്ടാനും സാധ്യതകളുണ്ട്? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു ഡീംഡ് കോളേജാണ് കിട്ടിയത്. ഉദാഹരണത്തിന് മണിപ്പാല കിട്ടിയെന്നിരിക്കുക. നമ്മൾ 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചായിരുന്നു. എന്നാലും അത് നോക്കാതെ നമുക്ക് മണിപ്പാലിൽ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ 18 ലക്ഷം രൂപ അടച്ച് മണിപ്പാലിൽ അഡ്മിഷൻ എടുക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്കൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടി, ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു ഗവൺമെൻറ് കിട്ടി, അല്ലെ കേരളത്തിൽ കിട്ടി. നമ്മൾ ആ ഡീംഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ അവർ അടച്ച പൈസ മുഴുവൻ തിരികെ തരും. അവർക്കൊരു സർവീസ് ചാർജ് ഉണ്ട്, അത് അവരുടെ ബ്രോഷറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ MCCയുടെ സൈറ്റിൽ ഈ കോളേജുകൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. MCC.nic.in സൈറ്റിനകത്ത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസ് ചാർജ് എത്ര എടുക്കുന്നതെന്ന് പറയും. അത് ഡീംഡ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അമൃതയിലാണ് നമ്മൾ ചേരുന്നതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു കോളേജ് മാറ്റം കിട്ടിയാൽ ഏതാണ്ട് 75,000 രൂപ അവർ സർവീസ് ചാർജായിട്ട് മേടിക്കും. അങ്ങനെ ഡീംഡ് കോളേജുകളിലാണെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് അവർ മേടിക്കും, ബാക്കിയുള്ള തുക അന്ന് തന്നെ തിരികെ തരും. ബാക്കിയുള്ള 18 ലക്ഷം രൂപയുടെ മുഴുവൻ തിരികെ തന്ന് നമുക്ക് അടുത്ത കോളേജിലോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ കേരളത്തിലാണെങ്കിൽ ഒരു പൈസ പോലും നഷ്ടപ്പെടുകയില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചേർന്നു, ഉദാഹരണത്തിന് KMCTയിൽ പോയി ചേർന്നു. KMCTയിൽ നമ്മളപ്പോൾ KMCT അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി എന്താ ചെയ്തത്? കേരള എൻട്രൻസ് കമ്മീഷണർക്ക് 1 ലക്ഷം രൂപ അടച്ചു. ബാക്കി 7 ലക്ഷം രൂപ KMCT മെഡിക്കൽ കോളേജിൽ അവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അല്ല അവരുടെ പേരിൽ ഒരു DD എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് കൊടുത്തു. അവർ ബാക്കി ഒരു 1.5 ലക്ഷം രൂപ അവരുടെ ചിലവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഹോസ്റ്റല്, ഡ്രസ് മെറ്റീരിയലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 8 ലക്ഷം കൂടാതെ ഒരു 1.5 ലക്ഷം രൂപയും കൂടെ അവർ അവരുടെ അക്കൗണ്ടിൽ മേടിക്കും. ഒരു വർഷത്തേക്കുള്ള അവരുടെ ചിലവ്, ആ പൈസയും കൂടെ നമ്മൾ കരുതണം. അതും അഡ്മിഷൻ സമയത്ത് അടച്ചു. 1 ലക്ഷം എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചു, 7 ലക്ഷം രൂപ KMCTയുടെ പേരിൽ, അല്ല ഏതൊരു കോളേജാണോ ആ കോളേജിൻ്റെ പേരിൽ നമ്മൾ DD ആയിട്ടോ അക്കൗണ്ടായിട്ടോ അടച്ചു. ഹോസ്റ്റലിൻ്റെയും ഫുഡിൻ്റെയും സ്റ്റഡി മെറ്റീരിയലിൻ്റെ എല്ലാം 1.5 ലക്ഷം രൂപ അല്ലെ 2 ലക്ഷം രൂപ അതും നമ്മൾ അടച്ചു. അങ്ങനെ ആദ്യത്തെ റൗണ്ട് തീർന്നു. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, അതായത് ഗവൺമെൻറ് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടി. നമ്മൾ ഈ KMCTയിൽ ചെന്നിട്ട്, അല്ലെ ഏത് കോളേജിലാണോ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കുമ്പം നമുക്ക് ആ കോളേജിൽ നിൽക്കാൻ പറ്റില്ല, ആ സീറ്റ് നമുക്ക് പോയി, കാരണം അടുത്ത കോളേജ് കിട്ടി. അപ്പം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ തിരിച്ച് മേടിച്ചേ മതിയാവുള്ളൂ. നമ്മൾ അവിടെ ചെന്ന് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കുമ്പം എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടച്ച 1 ലക്ഷം അവിടെ കിടപ്പുണ്ട്, അതിന് വീണ്ടും അടയ്ക്കേണ്ടതായിട്ടില്ല. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിലോട്ട് തന്നെ കിട്ടിയപ്പം 25,000 മതിയായിരുന്നു, 75,000 കൂടുതലാണ് കിടക്കുന്നത്. അത് പിന്നീട് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരികെ തരും. പിന്നെ വീണ്ടും 25,000 അടയ്ക്കണ്ട, കാരണം 1 ലക്ഷം ഉണ്ടല്ലോ. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ ഒന്നും അടയ്ക്കണ്ട, ഗവൺമെൻറ്റിലോട്ട് മാറ്റം കിട്ടിയെങ്കിൽ ഒന്നും അടയ്ക്കണ്ട. പകരം KMCT പോയിട്ടല്ല, ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നമ്മൾ അടച്ച പൈസ 7 ലക്ഷം രൂപ ആ DD ആണ്, ആ DD തന്നെ ഇങ്ങ് തിരിച്ച് മേടിച്ച് നമ്മളുടെ ബാങ്കിൽ കൊടുക്കുമ്പം ആ പൈസ മുഴുവൻ നമുക്ക് തന്നെ കിട്ടി. KMCTയുടെ പേരിലുള്ള DD ആയിരുന്നു, അത് വേറൊരു കോളേജിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് നമ്മുടെ ബാങ്കിൽ തന്നെ കൊടുത്തിട്ട് 7 ലക്ഷം രൂപ തിരികെ മേടിച്ചു. അതല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരുന്നെങ്കിൽ അന്ന് തന്നെ ആ 7 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ കോളേജുകാർ ട്രാൻസ്ഫർ ചെയ്ത് തരും. ആ കോളേജിൽ നമ്മളൊരു ചിലവായിട്ട് നമ്മളൊരു 1.5 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്, അവിടെ നിന്നൊരു 7,000 രൂപ അല്ലെ 8,000 രൂപ അവർ കട്ട് ചെയ്യും അവരുടെ സർവീസ് ചാർജായിട്ട്. എന്നിട്ട് ആ പൈസയും തിരികെ നമുക്ക് തരും. അതുമായിട്ടാണ് നമ്മൾ ഗവൺമെൻറ് മേഖലയിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത സ്വകാര്യ മേഖലയിലോട്ട് പോകുന്നത്. അവിടെ നമുക്ക് വലിയൊരു നഷ്ടമില്ല.
ചിലപ്പോൾ മുഴുവൻ പൈസയും തന്നെ തിരികെ തരും. ചില കോളേജുകൾ 5000, 6000 അല്ലെ 7000 രൂപ കട്ട് ചെയ്യും, എന്നിട്ട് ബാക്കി തുക തിരികെ തരും. എന്നിട്ട് അതുമായിട്ട് നമുക്ക് പുതിയ കോളേജിൽ പോയി ചേരാം. അപ്പോൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഒരു പ്രാവശ്യം ആകെ പൈസ അടച്ചാൽ മതി. ബാക്കിയുള്ള തുക ആദ്യത്തെ കോളേജിൽ നിന്ന് തിരികെ മേടിച്ച് പുതിയ കോളേജിൽ ചെന്നാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ നിന്ന് മാറുമ്പോൾ ആ പൈസ മുഴുവൻ തിരികെ കിട്ടി. ഗവൺമെൻറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ 25,000 അടച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പോയി ആ ബാക്കിയുള്ള ചിലവ് അടച്ചാൽ മതി. അപ്പം അവിടെ നമുക്ക് ആ പൈസയുടെ ട്രാൻസാക്ഷൻ കുറച്ചും കൂടി എളുപ്പമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഡീംഡ് ആകുമ്പം സർവീസ് ചാർജ് കൂടുതൽ മേടിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഓർത്തിരുന്നാൽ മതിയാകും. സാർ, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സാറ് പരാമർശിച്ചപ്പോൾ ഫീസ് കൂടാതെ മറ്റാവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സ്റ്റഡി മെറ്റീരിയൽ, നമ്മുടെ മൊത്തം ചിലവാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, ഡ്രസ്സ്, ഹോസ്റ്റൽ ഫീസ്, ലൈബ്രറി ഫീസ്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ തുകയാണ് അവർ അഡീഷണൽ ആയിട്ട് മേടിക്കുന്നത്. ഇതേ ഒരു സാഹചര്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ശരിയാണ്. ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഇത്രയും തുക അവിടെ വരുമോ എന്നുള്ളത് ഇല്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 10,000 അല്ലെ 20,000 രൂപ നമ്മൾ മാക്സിമം ആദ്യം അഡ്മിഷന് പോകുന്ന ദിവസം കരുതിയാൽ മതിയാകും. അവിടെ കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ ഒരു 10,000 രൂപയേ ഉള്ളൂ. ബാക്കി ഹോസ്റ്റൽ ഫീസൊക്കെ താരതമ്യം കുറവാണ്. എന്നിട്ട് പിന്നെ ഫുഡിൻ്റെ പൈസ പിന്നീട് നമ്മൾ മാസം തോറും അടച്ചാൽ മതിയാകും. മൊത്തത്തിൽ നമുക്കൊരു 45,000 രൂപ ഫീസ് അടക്കം ഒരു 45,000 രൂപ 50,000 രൂപ മാത്രമേ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ നമുക്ക് ചിലവ് വരികയുള്ളൂ. സ്വകാര്യ മേഖലയാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം അല്ല 1.5 ലക്ഷം രൂപ ചില കോളേജുകളിൽ കൂടുതൽ മേടിക്കുന്നുണ്ട്. എന്നാലും വലിയൊരു എമൗണ്ടിലോട്ട് പിന്നെ ഒരു ഡൊണേഷനോ വേറൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റോ അങ്ങനെ ഒന്നുമില്ല. ഒരു കോളേജിൽ ബാങ്ക് ഗ്യാരണ്ടിയോ വലിയൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റോ ഡൊണേഷനോ അങ്ങനെയൊന്നും ഒരു എമൗണ്ട് ഒരു കോളേജുകളിലും മേടിക്കുന്നില്ല. പക്ഷേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ പൈസയായിട്ട് ട്യൂഷൻ ഫീസ് അല്ലാതെ ഒരു തുക എല്ലാ കോളേജുകളും അഡ്മിഷൻ സമയത്ത് മേടിക്കുന്നുണ്ട് താനും. സർ, അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ മറ്റ് കോളേജിലൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് കൊടുത്തു എങ്കിൽ പിന്നീട് നമുക്കത് തിരികെ കിട്ടാൻ എന്തെങ്കിലും കാലതാമസങ്ങളൊക്കെ വരുമോ? തീർച്ചയായിട്ടും. കാരണം ഈ ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പം ഓൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യയിലോട്ട് വരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു സംശയമുണ്ട്, ഇത്രയും സാവകാശം നമുക്ക് കിട്ടുമോ? ഒരു കോളേജ് ചെന്നിട്ട് അവർ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പ്രോസസ്സ്. ഇത് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്, എല്ലാ വർഷവും നടക്കുന്നതല്ലേ. അപ്പോൾ ആ കോളേജ് അധികാരികൾക്ക് അത് അറിയാം. ഒരു അലോട്ട്മെൻറ്റ് വന്നു, ഒരാൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടി അയാൾക്ക് പോയി കഴിഞ്ഞാൽ ഈ സീറ്റ് അയാൾക്ക് നഷ്ടപ്പെട്ടു. ആ സർട്ടിഫിക്കറ്റിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല, ആ ഫീസ് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ആ 7 ദിവസമാണെങ്കിൽ ആ 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് തരും. അന്ന് തന്നെ ചെല്ലുന്ന ആ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് ചെല്ലുന്ന അന്ന് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും പൈസയും തിരികെ തന്ന് നമുക്ക് പുതിയ കോളേജിൽ ചേരാനായിട്ട് പറ്റും. അവിടെയൊന്നും ഒരു കാലതാമസത്തിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കും, അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. അതൊക്കെ സുതാര്യം തന്നെയാണ്. അതാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമ്മൾ ഓൾ ഇന്ത്യയിലോട്ടോ കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യയിലോട്ടോ ഒക്കെ സഞ്ചരിക്കുന്ന ആ രീതിയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ റാങ്ക് വരുമ്പോൾ, ഇപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു 800 റാങ്കിനകത്തുണ്ട്. അപ്പം നമുക്ക് കേരളത്തിൽ ഉറപ്പായിട്ട് സീറ്റ് കിട്ടുമെന്നറിയാം. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളൊരു 20,000 റാങ്കിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുമെന്നറിയാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ കേരള മെഡിക്കൽ റാങ്കിൽ ഒരു 10,000-നകത്തുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടുമെന്നറിയാം. അപ്പം ഇപ്പം നമുക്ക് റാങ്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലാവാതെ പോകുന്നത്. ഇത് കഴിയുമ്പം, റാങ്ക് വന്ന് കഴിയുമ്പം കൃത്യമായിട്ടും ഇന്ന സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സർ, അതുപോലെ തന്നെ കേരളത്തിലൊരു സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യയിൽ കൊടുക്കണമെന്നുണ്ടോ? അതിലൊരു തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണോ? ഇപ്പം നീറ്റ് എഴുതി എല്ലാവരും ഈ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകണമെന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം അതുപോലെ തന്നെ അഗ്രികൾച്ചർ വെറ്റിനറിയാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. അവർ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം നിർബന്ധമുണ്ടോ? ഇതിൽ പങ്കെടുത്താൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല. നമ്മുടെ താല്പര്യ പ്രാധാന്യം. ഓൾ ഇന്ത്യ 1ാമത്തെ റൗണ്ടിൽ പങ്കെടുക്കണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നു, ഈ വർഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനെ ആശ്രയിക്കണം. എത്രയും നേരത്തെ എത്രയും കൂടുതൽ ഓപ്ഷൻസ് കൊടുത്ത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തുള്ളവർ കുറഞ്ഞ റാങ്കുകാരാണെങ്കിലും കൊടുത്തെടുത്തുകൊണ്ട് പോയാൽ നമുക്ക് സീറ്റ് ഇല്ലാതെ വരും. നമുക്ക് കൂടുതൽ മാർക്കുകളുണ്ട്, നമുക്ക് കേരളത്തിൽ ഗവൺമെൻറ് സീറ്റുകൾ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യയെ കൂടുതലായിട്ട് ആശ്രയിക്കണം. കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒരു സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയെ കൊടുക്കണം നിർബന്ധമില്ല. പക്ഷേ കേരളത്തിലുള്ള 12 കോളേജുകളും ഗവൺമെൻറ് കോളേജുകൾ ഓൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 800-നകത്ത് വന്നില്ല, ഗവൺമെൻറ് കിട്ടുകയില്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ 20,000-ന് വന്നാലും ഓൾ ഇന്ത്യ വഴി കേരളം കിട്ടും. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. എല്ലാവരും കൊടുക്കേണ്ടതല്ല. ഇനി ഓൾ ഇന്ത്യ കൊടുത്തില്ലെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമായിട്ട് കൊടുക്കാം. ഓൾ ഇന്ത്യയിലും കേരളത്തിലും കൊടുത്തില്ലെങ്കിലും കേരളത്തിൻ്റെ അഗ്രികൾച്ചർ വെറ്റിനറിയിൽ പിന്നീട് കൊടുക്കാം. അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോയും മാത്രം മതി ഒരാൾക്ക്. അയാൾ ഈ അലോട്ട്മെൻറ്റുകളിൽ ഒന്നും പങ്കെടുക്കണ്ട.
ഈ ആദ്യത്തെ MBBS അലോട്ട്മെൻറ്റുകൾ കേരളത്തിൻ്റെ തീരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കേരള എൻട്രൻസ് കമ്മീഷൻ ആരംഭിക്കും. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ ബി ഫാമിൻ്റെ അലോട്ട്മെൻറ്റ്, ഇതിലൊക്കെ അയാൾക്ക് പങ്കെടുക്കാം. അതിൽ പങ്കെടുത്തിട്ട് പിന്നീടൊരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ MBBSലോട്ട് മാറണം, അങ്ങോട്ട് മാറാം. പക്ഷേ MBBSലോ BDSലോ നിന്നിട്ട് അഗ്രികൾച്ചർ, വെറ്റിനറിയിലോട്ട് വരാനായിട്ടാവില്ല. ഒരാൾക്ക് വെറ്റിനറിയാണ് വേണ്ടത്. അയാൾ പോയി ആദ്യത്തെ കേരളത്തിൻ്റെ അകത്ത് സെൽഫ് ഫിനാൻസിങ് MBBSോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDSോ എടുത്തെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ നിൽക്കുന്നത് BDSലാണ് നിൽക്കുന്നത്. MBBS കിട്ടിയില്ല. MBBS കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സെൽഫ് ഫിനാൻസിങ് BDSലായിപ്പോയി. അവിടെ നിന്ന് ഈ വെറ്റിനറിയിലോട്ട് വരാൻ പറ്റില്ല. അവിടെ നോക്കിയേ കൊടുക്കാവുള്ളൂ. MBBSും BDSും ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു കാരണവശാലും TC അനുവദിക്കുകയില്ല. ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോയിൽ നിന്ന് എപ്പോഴാണെങ്കിലും MBBS BDSലോട്ട് പോവുകയും ചെയ്യാം. സാർ, ഇതിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗിലേക്ക് താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ അതിനെ സമീപിക്കണം? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ പ്രിഫറൻസ് ഓർഡറിനകത്ത് ഇപ്പം ഗവൺമെൻറ് MBBS കിട്ടിയില്ല എന്നുള്ളതല്ല, ഗവൺമെൻറ് MBBSനൊപ്പം തന്നെ അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു CETയിലെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ TKMയിലെ കോളേജുകൾ അല്ലെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗിലെ സീറ്റുകൾ. അപ്പം ആ സാഹചര്യത്തിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വരുന്ന അലോട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എപ്പോഴും വ്യത്യസ്തമായിട്ടേ നടക്കുകയുള്ളൂ. എഞ്ചിനീയറിംഗിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മെഡിക്കലിലോട്ട് വരാം, MBBSലോട്ട് BDSലോട്ട് വരാം. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും MBBS BDSൽ നിന്ന് എഞ്ചിനീയറിംഗിലോട്ട് പോകാനാവില്ല. അപ്പോൾ എവിടെയാണ് കൂടുതൽ പ്രാധാന്യം? എഞ്ചിനീയറിംഗിനാണെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മെഡിക്കലിലോട്ട് വരാം. എഞ്ചിനീയറിംഗിൽ ഒരു കോളേജിൽ നിൽക്കുകയാണ്, TKMയിലെ ഇലക്ട്രോണിക്സ് എടുത്ത് നിൽക്കുകയാണ്, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമുക്ക് MBBSന് സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കും. അവിടെ ഇതിൽ ബി ഫാമിൽ നിൽക്കുക, അല്ലെ അഗ്രികൾച്ചർ, വെറ്റിനറി നിൽക്കുക, അല്ലെ എഞ്ചിനീയറിംഗ് നിൽക്കുക എന്ന് വിചാരിച്ച് മെഡിക്കലിൻ്റെ MBBS BDSൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അർഹത നഷ്ടപ്പെടുകയില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും സ്പോട്ടിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ ഓൾറെഡി MBBS BDS നിൽക്കുന്നവർക്ക് സ്പോട്ടിലോട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളത് ആ സമയത്തെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് പ്രിഫറൻസ് ഓർഡറിനകത്ത് നമ്മളുടെ താല്പര്യത്തിനകത്ത് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കണം. നല്ല സീറ്റുകൾ നോക്കി എടുത്തിട്ട് വേണം മെഡിക്കലിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ നോക്കാനായിട്ട്. ഒരുപക്ഷെ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ കുറച്ച്, അതായത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ കാരണം അവർ പല വഴികളും ചിലപ്പോൾ തേടിപ്പോയേക്കാം. പക്ഷേ വളരെ സിമ്പിളായിട്ട് ശിവൻ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഈസി പ്രോസസ്സാണ് കേരളത്തിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഒരു 5 മിനിറ്റ് മതി കേരളത്തിൻ്റെ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയെന്ന് അറിയുന്നത് എങ്ങനെ അറിയും? ആ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ മൊബൈൽ മെസ്സേജ് വരും, അവരുടെ പ്രൊഫൈലിനകത്ത് കിട്ടും, ഇന്ന കോളേജ് കിട്ടിയെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓൾ ഇന്ത്യയുടെ നമ്മുടെ പ്രൊഫൈലിനകത്ത് നമ്മുടെ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് വരും. അപ്പം അതൊന്നും അറിയാതെ പോകുന്നൊരു വിഷയമേ ഇല്ല. ഏറ്റവും സിമ്പിൾ പ്രോസസ്സാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് അത്രയും പാടില്ലായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ. പരീക്ഷ എഴുതി അത്രയൊന്നും പാടില്ല അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്. ഇതുപോലും പാടില്ല കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പം ഇനിയുള്ളത് ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കരുത്. എൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് മറ്റൊരാളെ ഏൽപ്പിക്കരുത് എന്നുള്ളത് അത് നിങ്ങൾ തന്നെ ആയിരിക്കണം തയ്യാറാക്കേണ്ടതെന്ന് മാത്രം. ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 40 വർഷമായി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളെ ഇതുവരെ MBBS അഡ്മിഷൻ നേടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ ശിവൻ സാറൊക്കെ ഒരുപാട് വിവരങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്രയും കാലം മുന്നോട്ട് നീക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അയാൾക്ക് ഒരു അർഹതയുള്ള സീറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ആ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സീറ്റുകൾ നിങ്ങളോട് എത്തിച്ചേരുന്ന അത്ര കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധം സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലുള്ള ശിവൻ സാറിനൊപ്പം പോലുള്ള എല്ലാ പ്രോഗ്രാമുകളും തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. കാരണം
നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഇൻഫർമേഷനുമായി ശിവൻ സാറ് തത്സമയവും അതുപോലെ ശിവൻ സാറിന് വന്ന പ്രോഗ്രാമിലൂടെ ഒക്കെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു 5000 റാങ്കുള്ള ആൾ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഒരു 10000 റാങ്കുള്ള ആൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരു 25000 റാങ്കുള്ള ആൾ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, കേരളത്തിൽ 1000 റാങ്കുള്ള ആൾ സെൽഫ് ഫിനാൻസിങ് ആദ്യം തന്നെ വെക്കേണ്ടതുണ്ടോ, 2500 ഉള്ള ആൾ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ആദ്യം തന്നെ വെക്കേണ്ടതുണ്ടോ, അങ്ങനെ കൃത്യമായിട്ട് ഓരോ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ആ ഓപ്ഷൻ കൊടുക്കുന്ന രീതികളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ വരും എപ്പിസോഡുകളും മറക്കാതെ കാണുക. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.